Next question. Draw elevation, plan and side view in third angle projection of the component whose isometric view is given below. നമുക്ക് ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എലിവേഷൻ വരയ്ക്കുക, പ്ലാൻ വരയ്ക്കുക, സൈഡ് വ്യൂ വരയ്ക്കുക, തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണ്. ഇപ്പോൾ വ്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എലിവേഷൻ ഈ ഡയറക്ഷനിലാണ്, അതായത് ഫ്രണ്ട് വ്യൂ നോക്കേണ്ട ഈ ഡയറക്ഷനിലാണ്, സൈഡ് വ്യൂ ഈ ഡയറക്ഷനിലാണ്, ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ നോക്കേണ്ട ഈ ഡയറക്ഷനിലാണ്. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇത് ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ഏത് സൈഡ് വരയ്ക്കണം? റൈറ്റ് സൈഡ് തന്നെ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഫ്രണ്ട് വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ എലിവേഷനോടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ കാണാൻ പറ്റും, ഇത്രയും പോർഷൻ കാണാൻ പറ്റും, ഈ പോർഷൻ കാണാൻ പറ്റും, ദെൻ ഈ ഇരിക്കുന്ന പോർഷൻ മൊത്തം കാണാൻ പറ്റും. ശരിയല്ലേ? ഇത്രയും പോർഷൻസ് അല്ലേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുതൽ ഇതുവരെ എന്നുള്ളത് 80 ആണ്. കാര്യം ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ സൈഡ് വ്യൂ വരച്ചാൽ മതി, നമുക്ക് ഫ്രണ്ട് വ്യൂ ഇവിടെ തന്നെ വരയ്ക്കാം അല്ലേ. നമുക്കത് 80 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 80 മാർക്ക് ചെയ്തു. ദെൻ ഇത് തൊട്ട് ഇതുവരെ 46 ആണ്, നമ്മൾ 46 മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ 40 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്, ഒരു 40. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. നമുക്കൊരു 8 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയും 8 ആണ്. ഇത് എത്ര തന്നെയാണ്? 8 ആണല്ലേ. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ മാർക്ക് ചെയ്യാനായിട്ട് ഈ പോയിൻറ്റും കൂടെ എന്ത് ചെയ്താൽ മീറ്റ് ചെയ്താൽ മതി അല്ലേ. താഴത്തെ പോയിൻറ്റും ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്തു, മീറ്റ് ചെയ്യിച്ചു. ശരിയല്ലേ? ഇത്രയും പോർഷനല്ലേ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ പറ്റൂ. ഇത്രയും പോർഷൻ മാത്രമേ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ കാണാൻ പറ്റൂ. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പ്ലാൻ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശരിയല്ലേ? ഈ സർഫസ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു പോർഷൻ കാണാൻ പറ്റും, ഈ ഒരു പോർഷനും കാണാൻ പറ്റും. ഇത് ഇരിക്കുന്നതുകൊണ്ട് ഇവിടം തൊട്ടേ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടെന്ന് നമ്മൾ ഡ്രോയിങ്ങിലും കാണിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ വരച്ചതിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഈ സൈഡും അതുപോലെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നു. ഇത് മുതൽ ഇതുവരെയുള്ള പോർഷൻ 80 ഉണ്ടെന്ന് നമുക്കറിയാം, അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 60 ഉണ്ട്, നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ എൻഡിലും അതുപോലെ നമുക്ക് 60 മാർക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ,
ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 40 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 40. ഇവിടെയും 40. ആ 2 ലൈനും കൂടെ നമുക്ക് മീറ്റ് ചെയ്യിപ്പിക്കാം. ആ 2 പോയിൻറ്റും കൂടെ നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചു. ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യുക? ഒന്നുകിൽ ഇവിടെ നിന്ന് 26 എടുക്കുക, ഇവിടെ നിന്ന് 26 എടുക്കുക, ബാലൻസ് പോർഷൻ കിട്ടും. നമുക്കത് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എത്ര മാർക്ക് ചെയ്തു? 26 മാർക്ക് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് എത്ര മാർക്ക് ചെയ്യുന്നു? 26 മാർക്ക് ചെയ്യുന്നു. ഈ പോയിൻറ്റിലൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻ പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയും പോർഷൻസ് തന്നെയാണ് നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിയാൽ കാണുന്നത്. ഈ പോർഷൻ, ഇത്, ഈ 2 പോർഷൻ ഇത്രയും തന്നെയാണ്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനൊരു പോർഷൻ ഉണ്ട്, ഇങ്ങനൊരു സ്പേസ് ഉണ്ടെന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ വരച്ച് കാണിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് വ്യൂവിൽ. അപ്പോൾ അതിനു വേണ്ടി ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 8 ആയിരുന്നു. 8 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഹിഡൻ ലൈൻ, നമ്മൾ ഡോട്ടഡ് ലൈനാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പോർഷൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു. കാര്യം ഇങ്ങനെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഹിഡൻ ലൈനും കൊടുത്തത്. ഓക്കെ, ഇത്ര തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇനി നമുക്ക് വരയ്ക്കേണ്ടതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇനി നമ്മളിതിൻ്റെ സൈഡ് വ്യൂ നോക്കുമ്പോൾ ഈ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും, ഈ പോർഷൻ കാണാൻ കഴിയും, ഈ പോർഷൻ കാണാൻ കഴിയും. ഇത് ചരിവായിട്ട് കാണാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ പോർഷനും ഇതുപോലെ ഇതിൻ്റെ അപ്പുറത്തൊരു പോർഷനുണ്ട്, അത് മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ വരയ്ക്കുന്ന ഇത് റൈറ്റ് സൈഡ് വ്യൂ ആണ്. തേർഡ് ആംഗിൾ പൊസിഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ലൈൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും പ്രൊജക്റ്റ് ചെയ്യുന്നു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 46 ഉണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് മുതൽ ഇതുവരെ 60 ഉണ്ട്. മുകളിലും താഴെയും നമ്മൾ ആ മെഷർമെൻറ്റ് 60 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 8 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇതുപോലെ ഈ പോർഷനിൽ നമുക്കത് കാണാം, അതും എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇനിയുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ എത്ര എടുക്കുക? 26 മാർക്ക് ചെയ്യുക. ഈ പോർഷനിൽ നിന്നും 26 മാർക്ക് ചെയ്യുക. ഓക്കെ, ശരിയല്ലേ? ഇതാണല്ലോ ഇതിൻ്റെ സൈഡ് വ്യൂ. മനസ്സിലായോ? ഈ പോർഷനുണ്ട്, ഈ പോർഷനുണ്ട്, ഈ പോർഷനുണ്ട്, ഈ സ്പേസ് പോർഷനുണ്ട്. ശരിയല്ലേ? ഇത്രയും പോർഷനാണ് നമുക്കിതിൻ്റെ സൈഡ് വ്യൂവിൽ കാണുന്നത്. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മളിതുപോലെ ഡയമെൻഷൻ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് ക്ലാസ് കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വരച്ചു നോക്കുക.